നമസ്കാരം. ചാനൽ RB കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായില്ലേ, കാഞ്ഞങ്ങാട് തഹസിൽദാർ രമേശൻ പൊയ്നാച്ചിക്കെതിരെ. അപ്പൊ ആ വാർത്തകൾ ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥനെതിരെ നിങ്ങൾ വ്യക്തിഹത്യ ചെയ്യുകയാണോ, സംഭവങ്ങൾ അങ്ങനെയാണോ? പക്ഷേ ഞങ്ങൾക്ക് ഒരു വ്യക്തിഹത്യവും ഇല്ല, ഒരു സംഭവങ്ങളും ഇല്ല. ഉദ്യോഗസ്ഥരുടെ ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, സർക്കാരിനോട് ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ സർക്കാർ സംവിധാനം ഒരു പാവപ്പെട്ട മനുഷ്യനോട് എത്രത്തോളം ദ്രോഹം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഫയലുകൾ കണ്ടോ, ഇത് ചാനൽ RBയുടെ ഓഫീസിലേക്ക് ഇവിടെയുണ്ട്, ഈ ഭാഗത്തുണ്ട്, കുറച്ച് ഫയലുകൾ ഇവിടെ ഉണ്ട്. ഈ പരാതിക്കാരൻ ഇസ്മായിൽ ബെണ്ടിച്ചാൽ എന്ന് പറഞ്ഞ പരാതിക്കാരൻ ഇന്ന് ചാനൽ RBയുടെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടുള്ള ഫയലുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വിശദമായിട്ട് കാര്യം. ഇസ്മായിൽ ഇങ്ങോട്ട് വാ, വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഇസ്മായിൽ ആണെന്നോ ഈ ഫയലുകൾ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തുകൊണ്ട് ചാനൽ RB വാർത്തകൾ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ RB വാർത്തകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, തെളിവുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും. ചാനൽ RB മുമ്പ് ചെയ്ത 2 വാർത്തകളുണ്ടല്ലോ, കാഞ്ഞങ്ങാട് തഹസിൽദാറിനെതിരെയുള്ള 2 വാർത്തകൾ. ആ ഉദ്യോഗസ്ഥൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ പരാതിക്കാരനായ ഇസ്മായിൽ ഇന്ന് വീണ്ടും ചാനൽ RBയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കുറച്ചും ഞാൻ രേഖകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ചാനൽ RBയിലേക്ക് അയാൾ കൊണ്ടുവന്നിട്ടുള്ള രേഖകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത്രത്തോളം ഫയലുകളാണ് ചാനൽ RBയിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടുള്ളത്. ഇപ്പം ഈ രേഖകൾ മുമ്പ് അയാൾ ഓരോ 1-2 ഇങ്ങനെ കെട്ടുകളാണ് ഞങ്ങൾക്ക് കൊണ്ടുതന്ന് കാണിച്ചുകൊണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു 1-2 കെട്ടുകളുണ്ടല്ലോ, 10 വർഷമായില്ല നിയമത്തിൻ്റെ വഴിയിലൂടെ ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നീങ്ങുന്നത്, സർക്കാർ ഫയലുകൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കി. അപ്പോൾ അയാൾ മുമ്പ് കൊണ്ടുവന്ന ഈ ഡോക്യുമെൻ്റ് ഇല്ലേ, അതിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, അത് ആദ്യം അത്യാവശ്യം ഒരു പോയിൻറ്റ്സ് ഉള്ള ഡോക്യുമെൻ്റ് എടുത്തു. അത് ഞങ്ങൾ വാർത്തയാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു. പിന്നീട് വേറെ ദിവസം ഞാൻ അതിൽ നിന്നെടുത്ത രേഖകൾ വെച്ചിട്ട് പിന്നെ ഒരു ദിവസം വാർത്ത ചെയ്തു. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ഇതിൽ കുറേ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ, ഇതിനകത്ത് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കളക്ട് ചെയ്തു. ഇതിൽ കാണുന്നില്ലേ, കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, ഡോക്യുമെൻ്റാണ്. ഇതെല്ലാം ഞങ്ങൾ വാർത്തകൾ ചെയ്തതിൻ്റെ വിവരാംശ രേഖകളാണ്. ഈ രേഖകൾ ഞങ്ങളുടെ കൈവശം വെച്ച് ചെയ്തിട്ടുള്ള രേഖകളാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആവശ്യമുള്ള ഫയൽസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ അപാകതകളൊക്കെ ഉണ്ട് ഞങ്ങൾ പ്രാഥമികമായി പഠിച്ചതിൽ. പിന്നെ പോലീസിൻ്റെ ക്ലിയറൻസ്, വിജിലൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് രേഖകളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചാനൽ RB വാർത്തകൾ ചെയ്തതിലുള്ള ഞാൻ പറഞ്ഞത് ഒരു മിനിമം. ഇസ്മായിൽ, നിൻ്റെ പുരയിൽ ഇത്ര തന്നെയാണോ ഫയലുള്ളത്? ഇനിയും ഉണ്ടാ? ഇല്ല, എൻ്റെ പുരയിൽ കുറേ ഫയലുണ്ട്. ഈ വിഷയത്തിൽ ഇനിയും ഉണ്ടാ? എന്നെയും തീരാത്ത ഫയലുകളുണ്ട്, ഒരുപാട് ഫയൽ ഇനിയും ഉണ്ട്. ഫയൽ നമ്പർ പറഞ്ഞാൽ താലൂക്ക് ഓഫീസിലത്തെ, കളക്ടറേറ്റിലത്തെ, വില്ലേജ് ഓഫീസിലത്തെ, പിന്നെ റവന്യൂ വിജിലൻസ്, സ്റ്റേറ്റ് വിജിലൻസ്, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസ്, റവന്യൂ സെക്രട്ടേറിയറ്റ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പോലീസ് അഥവാ പോലീസ് സ്റ്റേഷൻ, അതാ SP ഓഫീസ്, മേൽപ്പമ്പ പോലീസ് സ്റ്റേഷൻ. ശരി, ഈ ആ ഫയലെല്ലാം ഇതിൽ പെട്ടില്ലേ? അല്ല, ഇതിൽ പെടുന്നില്ല. ഇതിൽ പെടുന്നില്ല. ഒരുപാട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിലുള്ളതെന്നാണ് നീ പറഞ്ഞത്. അതിന്റെ വളരെ ചുരുങ്ങിയ ഫയൽ മാത്രമേ ഇപ്പൊ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് ഫയൽ വീട്ടിലുണ്ട്. അപ്പൊ വീട്ടില് ഏകദേശം ഒരു മുറി ഇതിനകത്ത് ഉണ്ടാവും. ഒരു ബെഡ്റൂം ഇതിന് തന്നെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ബന്ധുക്കളുടെ വീട്ടിലും ഇത് ഞാൻ കൈമാറ്റം നടത്തിയിട്ടുണ്ട്. ആരെങ്കിലും വന്ന് തെളിവ് നശിപ്പിച്ചാല് ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ Gmail, എന്റെ സൈറ്റിലെല്ലാം ഇത് കയറ്റി സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം അതിനകത്ത് ആക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾക്കും അതിനെ നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഒരുപാട് അത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു വക്കീൽ പറഞ്ഞതിന് ഫയലുകൾ പറയാൻ പറ്റൂല, നിന്നെ ഫയലുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അല്ല, വേറൊന്ന്, നിങ്ങൾക്കെതിരെ ഒരു കൊലപാതക ശ്രമത്തിനൊരു ഗൂഢാലോചന നടന്നു എന്നുള്ള ഒരു സംഭവം നിങ്ങൾ എന്റെ അടുത്ത് സൂചിപ്പിച്ചു, അത് സത്യമാണോ? വേറെ സംഭവം അതെന്ന് വെച്ചെങ്കിൽ പല തരത്തിലുമുള്ള ഭീഷണി ഉണ്ടായിരുന്നു. ഭീഷണി അത് തന്നെയാണ്. അത് മലയാളത്തിൽ നമ്മൾ കൊലപാതകം തന്നെ പറയും, പിന്നെ കൊന്നിനേഷം കൊന്നെന്ന് പറയല്. അപ്പൊ അതുപോലെ ഞാൻ പ്രവാസിയാണ്. അപ്പൊ ബോംബെയിൽ കുറെ ജീവിച്ച ആളാണ്, ദുബൈയിൽ കുറെ ജീവിച്ച ആളാണ്. ഇപ്പൊ നാട്ടിൽ 10 വർഷമായി അപ്പൊ നിയമ പോരാട്ടത്തിൽ തന്നെയാണ്. അപ്പൊ ഞാന് ഇപ്പൊ മനസ്സിലാക്കുമ്പോ ഒരു ഭീഷണി എനിക്കുണ്ട്. അത് പിന്നെ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭീഷണിയുണ്ട്, എനിക്കുണ്ട്, എന്റെ കുടുംബത്തിനുണ്ട്. ഈ 10 സെന്റിന് തന്നെ സ്വത്തിനും ജീവനും തന്നെ ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ട് പറഞ്ഞാൽ. ഇത് വലിയ സംഭവമായിട്ടാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ചിരിക്കുന്നുണ്ട്, ഇസ്മായിൽ ചിരിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് സംഭവങ്ങൾ. പക്ഷെ ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രവാസിയായ ഒരു യുവാവ് നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മളെ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി അദ്ദേഹം സംഘടിപ്പിച്ച, അതായത് ഒരു മിനി വില്ലേജ് ഓഫീസിലെ ഫയലിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഇവിടെ തന്നെ രേഖകൾ നിങ്ങൾ കാണാമല്ലോ. ഇതെല്ലാം ഒരു കേസുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ 10 സെൻറ്റ് ഭൂമി, അതായത് സർക്കാർ ഭൂമി ആണെന്ന് ഒരു വില്ലേജ് ഓഫീസർ ആക്കി വെച്ച സംഭവം.
അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് പട്ട കിട്ടിയ ഭൂമിയാണ്. ഇതെല്ലാം ഞങ്ങൾ വാർത്തകൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കുറച്ച് വാർത്തകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വാർത്തകൾ നിങ്ങൾ നോക്കുക. ഇതിൻ്റെ അടിയിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് കൂടാണ്ട് ഇപ്പോൾ തഹസിൽദാർക്കെതിരെ, കാഞ്ഞങ്ങാട് തഹസിൽദാർക്കെതിരെയും ഇസ്മായിൽ കുറച്ച് നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൂമി കയ്യേറ്റ് ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത വാർത്ത ഈ ഫയലിൽ നിന്ന് ഇപ്പം ഞങ്ങൾ തപ്പിയെടുത്തിട്ടുള്ള കുറച്ച് വാർത്തകൾ മാത്രമേ നിങ്ങളിൽ എത്തിച്ചിട്ടുള്ളൂ. ഈ രേഖകളെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും വാർത്തകൾ ചെയ്യേണ്ടി വരും. അത്രത്തോളം രേഖകളും സംഭവങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് വരും. ഞങ്ങളോട് നിങ്ങൾക്ക് എന്തിപ്പോൾ അയാളോട് വ്യക്തിവിരോധം ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വാർത്തകൾ നോക്കി നിയമവശങ്ങൾ പഠിച്ചിട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഞങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥനോടോ സർക്കാരിനോടോ ഒരു ദേഷ്യമോ ഒരു വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ ഒരു ന്യായമായ കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിന് ന്യായമായ രീതിയിൽ ചെയ്തു കൊടുക്കാതെ അദ്ദേഹത്തെ ദ്രോഹിക്കുന്ന നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് ഞങ്ങൾ വാർത്തകൾ ചെയ്യുന്നത്. അത് വിത്ത് രേഖകൾ സഹിതം, അതായത് സർക്കാരിലെ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള രേഖകളിൽ നിന്നാണ് ഞങ്ങൾ വാർത്തകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ട അധികാരികൾ, ഇപ്പോൾ സർക്കാർ മാറിയിട്ടുണ്ട്, UDF ആണ് ഭരിക്കുന്നത്, MLA മാർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉദുമ MLA CPM-ൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ UDF പോയിട്ടുണ്ട്. നീലകണ്ഠനാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു പരാതിക്കാരാണ്. അല്ലേ ഇസ്മായിലേ? നീ ഉദുമ മണ്ഡലമല്ലേ? എൻ്റെ മണ്ഡലം ഉദുമയാണ്. അപ്പോൾ ഉദുമ നീലകണ്ഠൻ സാർ അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധ ചെലുത്തണം. ഈ ഫയലുകൾ എന്താണ്, ഈ കേസ് എന്താണ്, പഠിച്ചിട്ട് ന്യായമായതൊന്ന് നേടിക്കൊടുക്കണം. പിന്നെ കാസർഗോഡ് MLA ആണെങ്കിലും മഞ്ചേശ്വരം MLA ആണെന്നുണ്ടെങ്കിലും നമ്മുടെ എന്താ പറയുക തൃക്കരിപ്പൂർ MLA ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. കാഞ്ഞങ്ങാട് MLA ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ 10 വർഷം CPIയിൽ ഈ ചന്ദ്രശേഖരനുള്ള സമയത്തൊക്കെ ഈ ഫയൽ കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. CPM-ൻ്റെ ഭരണത്തിൽ, അതായത് CPIയും CPM-ഉം ചേർന്ന് നടത്തിയ ഇടത് മുന്നണിയുടെ ഭരണത്തിൽ അദ്ദേഹത്തിന് ന്യായമായ ഒരു നടപടി കിട്ടിയില്ല. ഒരുപാട് ദ്രോഹങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇദ്ദേഹം CPM-കാരനായിരുന്നു, എന്നിട്ട് പോലും നീതി അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഫയലൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വാർത്തകൾ ഇങ്ങനെ എത്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥർക്കെതിരെ വാർത്തകൾ വരുമ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്ത ഒരു ചെറിയ തെറ്റായിരുന്നു, ആദ്യഘട്ടത്തിൽ ചെറിയ തെറ്റ് ചെയ്തു. ആ തെറ്റിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി വീണ്ടും 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 അവർ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു റിപ്പോർട്ട് അന്ന് വില്ലേജ് ഓഫീസിലായിരുന്ന ഇന്നത്തെ തഹസിൽദാർ ഒരു റിപ്പോർട്ട് കൊടുത്തു. ഞാൻ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഇന്ന് എടുത്തൊരു ഡീറ്റെയിൽസ് ഉണ്ട്. അതാ നോക്കൂ. ഇപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് FIR ഇതല്ല, എഴുതാ വില്ലേജ് ഓഫീസർ അന്ന് കൊടുത്ത ഇത് അല്ലേ? ഇതാ അന്ന് ഫസ്റ്റ് 2016 കേസാണ്. 2016 ഇസ്മായിൽ അദ്ദേഹത്തിൻ്റെ 10 സെൻറ്റ് ഭൂമിക്കും അടക്കം 16 സെൻറ്റ്, ടോട്ടൽ 26 സെൻറ്റ് ഭൂമിക്ക് നികുതി അടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇസ്മായിൽ വിവരാവകാശ പ്രകാരം ചോദിച്ചു. അപ്പോൾ അന്ന് രമേശനായിരുന്നു വില്ലേജ് ഓഫീസർ. നിങ്ങൾ കാണാം, രമേശിൻ്റെ കാണുന്നില്ല. ഇതാ ഇപ്പോൾ തഹസിൽദാറാണ്, കാഞ്ഞങ്ങാട് തഹസിൽദാർ. രമേശിന് ഇസ്മായിലിന് കൊടുത്ത മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇസ്മായിലിൻ്റെ ഭൂമിയിൽ 16 സെൻറ്റ് 16 സെൻറ്റിന് മാത്രമേ നികുതി അടക്കുന്നുള്ളൂ എന്നുള്ളത് രമേശൻ എന്തായി മനഃപൂർവ്വം ഇങ്ങനെ ഒരു തെറ്റായ റിപ്പോർട്ട് കൊടുത്തു. അന്ന് ഇസ്മായിൽ നികുതി അടച്ചുകൊണ്ടായിരുന്നു. 2019-20 വരെ ഇസ്മായിലിൻ്റെ നികുതി സ്വീകരിച്ചിരുന്ന വില്ലേജ് ഓഫീസറാണ് ഇങ്ങനെ ഒരു തെറ്റായ വിവരം കൊടുത്തത്. പിന്നെ രമേശനാണ് വില്ലേജ് ഓഫീസർ മാറിയിട്ട് വീണ്ടും പുതിയൊരു വില്ലേജ് ഓഫീസർ വന്നു. ആ വില്ലേജ് ഓഫീസർ വന്നിരുന്ന 1/7/2016 വില്ലേജ് ഓഫീസർ മാറിയിട്ട് വേറെ വില്ലേജ് ഓഫീസർ വരുമ്പോൾ വിവരാവകാശം കൊടുത്തു. അന്ന് ആ വില്ലേജ് ഓഫീസർ കറക്റ്റായ തീരുമാനം കൊടുത്തു. അതായത് നിൻ്റെ 1 ഏക്കർ സ്ഥലത്തിന് നികുതി അടക്കുന്നുണ്ട്, 26 സെൻറ്റ്, നിൻ്റെ പേരിലുള്ള 26 സെൻറ്റിനും നികുതി അടക്കുന്നുണ്ട് എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു, കറക്റ്റായ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ തെറ്റായ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയൊക്കെ പാവങ്ങളെ ദ്രോഹിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് അന്ന് 2016 തൊട്ട് ഇന്ന് കാഞ്ഞങ്ങാട് തഹസിൽദാറായിരുന്ന രമേശൻ സാറ് ഈ മനുഷ്യനെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ദ്രോഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഒരു സിമ്പിൾ കാര്യമാണ് ഞാൻ ഈ രേഖ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചത് കേട്ടോ. സിമ്പിൾ രേഖയാണിത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ചെയ്ത ഒരുപാട് തെറ്റുകൾ, ഒരുപാട് കുറ്റങ്ങൾ, ഒരുപാട് അപാകതകൾ ഈ ഫയലൊക്കെ ഉണ്ട്. വ്യക്തമായി ഇത് പഠിച്ച് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വാർത്തകൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതൊക്കെ അന്വേഷിച്ച് നോക്കി അതിലെ കാതലായ കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യനെ നിങ്ങൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കലക്ടറേറ്റ് പഠിക്കലൊക്കെ സമരമൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്.
12 വർഷത്തിലധികമായി ഒരു നിയമക്കുരുക്കിൽപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ട് കഴിയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ രേഖകളും ഞങ്ങൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വാർത്തകൾ ആളുകൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പ്രതികരിക്കുക, കമൻറ്റായി ഇടുക. അപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഈ വാർത്തയുടെ കൂടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള വാർത്തകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇപ്പോൾ നാളെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തോളണമെന്നില്ല, 1-2 ദിവസം ഇടവിട്ടാലും ഞങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.